ഹായ്, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് ഡ്രോപ്പ് സൂപ്പാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഈ സൂപ്പിൻ്റെ റെസിപ്പിയിൽ ഞാൻ യൂസ് ചെയ്തേക്കണത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചിക്കൻ ബ്രോത്ത് വെച്ചിട്ടാട്ടോ. നല്ലോണം ഫ്ലേവർ ഉണ്ട്. നമ്മളിതിൽ വേറെ ടേസ്റ്റ് മേക്കേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വേഗം ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ്റെ ബ്രോത്താണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലുള്ള ഒരു 1/2 കിലോ ചിക്കൻ്റെ പീസ് എടുക്കുക. ഇനി അതിലെന്തെങ്കിലും ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബ്രോത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ബോണിട്ട് വേവിച്ചിട്ടാണ് നമുക്ക് ആ സൂപ്പിൻ്റെ ബ്രോത്ത് ഉണ്ടാക്കാനുള്ളത്. ഈ ചൂടായ ഒരു പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ ഓയിലൊന്ന് ചൂടാവുമ്പോൾ ചിക്കൻ്റെ പീസസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസ് അനക്കാനൊന്നും പാടില്ല. ആ ഒരു സൈഡ് മുരിയണ വരെ അതങ്ങനെ കിടന്നോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1-2 വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയുള്ളി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2-3 ചെറിയുള്ളി നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി നമ്മൾ ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും ചിക്കൻ്റെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡും നമുക്കൊന്ന് മുരിഞ്ഞ് വരണം. ഇതേപോലെ നമുക്ക് മുരിഞ്ഞ് വരണം. ഇനി 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നടുക്കിലേക്ക് നേരത്തെ കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള ചേർത്താലും മതി. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറണം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ചുവ ഇച്ചിരി കൂടുതലായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളിയുടെ ആ റോ സ്മെല്ലുണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി പോകണം. അത്രയും വരെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ മുങ്ങി കിടക്കണ അത്രയ്ക്കും വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 4-5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ വെള്ളം ഒന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഈ 1 ക്യാരറ്റും 2 സെലറിയുടെ സ്റ്റോക്കും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. 1 ക്യാരറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഈ സൂപ്പിന് ഇച്ചിരി മധുരം കൂടി പോവും. സൂപ്പിൻ്റെ ഫ്ലേവർ വരുന്നത് ചിക്കൻ്റെ ബോണിൽ നിന്നാണ്. ക്യാരറ്റും സെലറിയും ചേർത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ മൂടി വെച്ച് വേവിക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ ആ ചിക്കൻ സ്റ്റോക്ക് മാത്രമായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുത്തെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ ഒരു 6 കപ്പ് ചേർത്തത് ഇപ്പോൾ 2 കപ്പായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഇതിലേക്ക് അപ്പോൾ ഞാനൊരു 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒഴിച്ചു കൊടുത്ത അത്രയും തന്നെ നമുക്ക് സ്റ്റോക്ക് കിട്ടും. നിങ്ങൾക്ക് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സൂപ്പിന് നമുക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു 2 വലിയ മുട്ട എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ എഗ്ഗ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ ആയിട്ട് അങ്ങ് വരത്തുള്ളൂ. ഒരു 2-3 ഗ്രീൻ ഓണിയൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ സ്റ്റോക്കിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഇനി സ്റ്റോക്ക് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഈ സ്റ്റോക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റോക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റോക്കിലേക്ക് ചേർക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ താഴെ പോയിട്ട് അത് കട്ട പിടിച്ച് കിടക്കും. ഒന്ന് തിളയ്ക്കണ വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ തിളച്ച് കഴിയുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ കോൺഫ്ലോർ ചേർത്തതിൻ്റെ തിക്നെസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനിയും നിങ്ങൾക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഹീറ്റ് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൂപ്പ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിനി ഈ സൂപ്പ് ഇങ്ങനെ കറക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ മുട്ട ചെറുതായിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സെയിം സ്പീഡിൽ വേണം നമ്മളിങ്ങനെ ചെയ്യാൻ, എന്നാലാണ് നമുക്ക് കറക്റ്റ് ഇപ്പോൾ ഇതേപോലെ കിട്ടുള്ളൂ കേട്ടോ. ഇനി ഗ്രീൻ ഓണിയൻ്റെ ആ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. കുരുമുളക് പൊടി ഞാൻ നേരത്തെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്നും കൂടി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ഒരു 5 മിനിറ്റ് തിളച്ചോട്ടെ. അത് ഞങ്ങൾ ഓഫ് ചെയ്യാട്ടെ സ്റ്റവ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചക്ക് സുഖമായിട്ട് ഈ സൂപ്പ് റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്തോളൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും കുക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ട്രാവലിൻ്റെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ.